السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിൽ തങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രത്യേക ആഘോഷങ്ങളുടെയും സന്തോഷ പ്രകടനങ്ങളുടെയും അത്ഭുതകരവും അമ്പരപ്പിക്കുന്നതുമായ പ്രകടനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ആഘോഷങ്ങളുടെ ഇസ്ലാമിക മാനം ചോദ്യം ചെയ്തുകൊണ്ട് അത് അനാചാരം എന്ന അർത്ഥത്തിൽ വിലയിരുത്തപ്പെടുന്നതും നരകത്തിലേക്ക് പോകുന്ന പണിയുമാണ് എന്നുവരെ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കും. വാസ്തവത്തിൽ എന്താണ് സാങ്കേതികമായ ബിദ്അത്ത് അഥവാ അനാചാരം എന്ന് നിർവചിക്കുന്നിടത്തും മനസ്സിലാക്കുന്നിടത്തും പറ്റിയ വ്യക്തമായ അപാകതയാണ് അതിൻ്റെ കാരണം എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിദ്അത്ത് എന്താണെന്ന് അഥവാ അനാചാരം എന്താണെന്ന് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ എന്നാണ് നബി സല്ലല്ലാഹു തങ്ങളെ സംബന്ധമായി പറഞ്ഞത്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, ഈ ഹദീസ് നേരെ ചൊവ്വേ അർത്ഥം വെച്ചാൽ തന്നെ നബിദിന വിരോധികൾ എത്തിപ്പെട്ടിരിക്കുന്ന അപകടത്തിന്റെ ആഴം നമുക്ക് ബോധ്യപ്പെടും. മൻ അഹ്ദസ, ഏതെങ്കിലും ഒരാൾ പുതുതായി ഉണ്ടാക്കിയാൽ, ഫി അംരിനാ ഹാദാ, നമ്മുടെ ഈ ദീൻ കാര്യത്തിൽ എന്തെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ എന്നാണ് മൗലവിമാര് പലപ്പോഴും പറയാറ്. അങ്ങനെയല്ല അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്. ഒരു കാര്യം പുതുതായി ഉണ്ടാക്കിയാൽ, ലൈസ, ആ കാര്യമല്ല, മിൻഹു, മതത്തിന്റെ തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതല്ല, അഥവാ ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനമില്ലാത്തൊരു സംഗതി. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ ഒരു സംഗതി പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടണം, അവനെയും നിരാകരിക്കപ്പെടണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ പുതുതായി ഉണ്ടാക്കുന്ന എല്ലാത്തിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരാകരിച്ചിട്ടില്ല. നബി തങ്ങളെ കാലത്തില്ലാത്തതെല്ലാം അനാചാരം എന്ന അർത്ഥത്തിലുള്ള ബിദ്അത്തും അല്ല. കാരണം അങ്ങനെയായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ലാത്ത എത്രയോ സംഗതികൾ സഹാബത്തിന്റെ കാലത്ത് അവരുണ്ടാക്കിയിട്ടുണ്ട്. ആ സഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അംഗീകാരവും കൊടുത്തിട്ടുണ്ട്. മൈ അശ്മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, എന്റെ കാലശേഷം നിങ്ങൾ ജീവിച്ചാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളം നിങ്ങൾ കാണും. അപ്പോൾ സത്യവിശ്വാസികൾ എടുക്കേണ്ട സ്റ്റാൻഡ് എന്താണ് എന്ന ചർച്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്താ? ഫഅലൈക്കും ബിസുന്നതി, എന്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, സന്മാർഗദൃക്കുകളായ എന്റെ ഖുലഫായിന്റെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം. അപ്പൊ എന്റെ ചര്യ എന്നതല്ലാത്ത മറ്റെന്തോ ആണ് വസുന്നത്തിൽ ഖുലഫ, ഖലീഫമാരുടെ സുന്നത്ത് എന്ന് പറയുന്നത് എന്ന് ചെറിയ ബുദ്ധിയുള്ളവർക്ക് വരെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നബിതങ്ങളുടെ കാലത്തില്ലാത്തതൊക്കെ അനാചാരമായി തള്ളണം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ സഹാബത്തിന്റെ ഒരു സുന്നത്തിനെ കൂടി മുസ്ലിമിന്റെ ജീവിതത്തിലേക്ക് ആവാഹിക്കാനുള്ള നിർദ്ദേശം നൽകിയത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത അപരാധമാകില്ലേ? അപ്പൊ നബിതങ്ങൾക്കാണോ വാസ്തവത്തിൽ ഈ ബിദ്അത്തിന്റെ പേരിൽ ചന്ദ്രഹാസം ഇളക്കുന്ന ആളുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് നമ്മൾ ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ മതകാര്യത്തിൽ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ, വല്ലതും പുതുതാക്കിയാൽ എന്നല്ല, ഒരു കാര്യം അതിനെ കൃത്യമായി നബിതങ്ങൾ നിർണയിച്ചിട്ടുണ്ട്. ലൈസ, ആ കാര്യമല്ല, മിൻഹു, മതത്തിൽ നിന്ന് പെട്ടതല്ല, അല്ലെങ്കിൽ മതത്തിന്റെ തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല, അങ്ങനത്തത് പുതുതായി ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ മിൻഹു എന്ന മറ്റൊരു വശമുണ്ട്. ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന തെളിവുകളോട് അനുഗുണമായി വരുന്ന സംഗതികൾ, ആ സംഗതികളൊന്നും തള്ളേണ്ടതല്ല. അതുകൊണ്ട് തന്നെയാണ് സാങ്കേതികമായ അർത്ഥത്തിലുള്ള ബിദ്അത്ത് അഥവാ അനാചാരം എന്ന് പരിഭാഷപ്പെടുത്താൻ പറ്റിയ ബിദ്അത്ത്,
ആ ബിദ്അത്തിന്റെ നിർവചനമായി ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അടക്കം പഠിപ്പിച്ചത് ഒരു സംഗതി എങ്ങനെ അനാചാരം എന്ന അർത്ഥത്തിലുള്ള വഴികേട് എന്ന അർത്ഥത്തിലുള്ള ബിദ്അത്താകുക മാ ഖാലഫ കിതാബൻ, അത് ഖുർആനിന്റെ തീരുമാനത്തിനെതിരാവണം, ഔ സുന്നത്തൻ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ചര്യക്കെതിരാവണം, ഔ അസറൻ അല്ലെങ്കിൽ സഹാബത്തിന്റെ വാക്കുകൾക്കെതിരാകണം, ഔ ഇജ്മാഅൻ അല്ലെങ്കിൽ മുസ്ലിം ലോകത്തിന്റെ ഏകകണ്ഠമായ തീരുമാനത്തിനെതിരാകണം. ഇപ്പറഞ്ഞ നാലാലൊരു സംഗതിക്ക് വിരുദ്ധമായി വരുന്നത് മതത്തിന്റെ പേരിൽ ഒരാൾ നടപ്പാക്കിയാൽ അതാണ് തള്ളേണ്ടത്. അതേസമയത്ത് ഈ നാലിലൊന്നിനും എതിരില്ലാത്ത, എന്നാൽ ഈ നാലിൽ നിന്ന് അടിസ്ഥാനം സ്ഥിരപ്പെടുത്താൻ പറ്റുകയും ചെയ്യുന്ന സംഗതികൾ അതുണ്ടാക്കിയാൽ അതൊരിക്കലും തന്നെ അനാചാരം എന്ന് പരിഭാഷപ്പെടുത്താൻ പറ്റിയ ബിദ്അത്തല്ല. അതുകൊണ്ട് തന്നെ നബിദിനം എന്ന ചർച്ചയിൽ ചിലപ്പോ ചില ഇമാമിങ്ങളൊക്കെ അത് 3 നൂറ്റാണ്ടിലില്ല, അത് ബിദ്അത്താണ് എന്ന് പറഞ്ഞ ആ ഉദ്ധരണിക്ക് ബിദ്അത്ത് എന്ന് കാണുമ്പോഴേക്ക് അനാചാരം എന്ന് പരിഭാഷപ്പെടുത്തിയവർക്കാണ് അബദ്ധം പറ്റിയത്. മറിച്ച് ആ ബിദ്അത്ത് എന്ന് പറഞ്ഞത് മുൻ മാതൃകയില്ലാത്ത അഥവാ നേരത്തെ നടക്കാത്തൊരു സംഗതി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. നേരത്തെ നടക്കാത്തത് കൊണ്ട് മാത്രം ഒരു കാര്യം നിരാകരിക്കേണ്ടതില്ല, അത് തള്ളിക്കളയേണ്ടതുമല്ല. മറിച്ച് പുതുതായി വരുന്ന കാര്യത്തെ നമ്മൾ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അതേപോലെ മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാഇന്റെയും സഹാബത്തിന്റെ അസറിന്റെയും ഏതെങ്കിലും ഒരു ശൈലിക്ക് അത് യോജിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കണം. യോജിക്കുന്നുവെങ്കിൽ അത് ഇന്നലെ വരെ ഇല്ലാത്തത് ഇത്രയും കാലത്തിനിടയ്ക്ക് ഇന്ന് പുതിയതായിട്ട് തുടങ്ങിയ പോലും അത് അനാചാരമല്ല എന്നാണ് ഈ ഹദീസിൽ പച്ചയായി നിബിധങ്ങൾ പഠിപ്പിച്ചത്. അത് അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്രയൊന്നും നീട്ടി പറയണ്ടല്ലോ. നബിതങ്ങളാണ് അഫ്സഹുൽ അറബി, അറബികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സാഹിത്യപരമായി സംസാരിക്കുന്നയാളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആവശ്യത്തിന് മാത്രമേ റസൂലുള്ളാഹി സംസാരിക്കാറുള്ളൂ. അപ്പൊ എന്ത് പുതുതാക്കിയാലും തള്ളണമെന്നാണെങ്കിൽ മൻ അഹദസ ഫീ അംരിനാ ഹാദാ എന്ന് മാത്രം പറഞ്ഞ് ഫഹുവ റദ്ദുൻ എന്ന് പറഞ്ഞ് നിർത്തിയാൽ മതി. അതേസമയത്ത് ആ പുതുതാക്കുന്നതിനെ നബിതങ്ങൾ പ്രത്യേകമായി ഒരു പ്രത്യേക വ്യവസ്ഥയോട് ബന്ധപ്പെടുത്തി കണക്ട് ചെയ്താ പറഞ്ഞത്. അതെന്താ വ്യവസ്ഥ? മാ ലൈസ മിൻഹു, മതത്തിന്റെ തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്തത് പുതുതായി ഉണ്ടാക്കിയാൽ. അപ്പൊ ഒരു സംഗതി അനാചാരം എന്ന് പരിഭാഷപ്പെടുത്താവുന്ന ബിദ്അത്താവണമെങ്കിൽ അത് ഖുർആനിനോ സുന്നത്തിനോ ഇജ്മാഇനോ അസറിനോ എതിരാവണം. എന്നാൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇപ്പറഞ്ഞ സംഗതികൾക്കൊന്നും എതിരില്ലെന്ന് മാത്രമല്ല, ഈ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും അസർ കൊണ്ടും ഇജ്മാ കൊണ്ടും സ്ഥിരീകരിക്കപ്പെട്ട സംഗതികൾ ആ സംഗതികൾ വിപുലമായി നടത്തുക എന്നത് മാത്രമേ നബിദിനാഘോഷവുമായി ബന്ധപ്പെടുത്തി സത്യവിശ്വാസികൾ പ്രവാചക സ്നേഹികൾ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ നോക്കിയേ, നബിദിനാഘോഷവുമായി ബന്ധപ്പെടുത്തി മുസ്ലിമീങ്ങൾ അതേ ചെയ്യുന്നുള്ളൂ എന്നതുകൊണ്ടാണ് ഇസ്ലാം മതത്തിൽ നബിദിനാഘോഷത്തിന് അസിലുണ്ട് അഥവാ അടിസ്ഥാനം സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് ഹാഫിദുദ് ദുനിയ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത്. ഈ വാചകമൊക്കെ ഉന്നയിക്കുമ്പോൾ പല നബിദിന വിരോധികളും എന്താ ചെയ്യുക? ബൽഹുവ ബിദ്അ, 3 നൂറ്റാണ്ടിലെന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല, ബൽഹുവ ബിദ്അ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തലാണ്. ബൽഹുവ ബിദ്അ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനാചാരം എന്ന് അർത്ഥമല്ല, മറിച്ച് ബിദ്അത്ത് എന്ന പദത്തിന് പുതിയ ആചാരം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. പുതിയത് സദാചാരമാണോ അനാചാരമാണോ എന്ന് നിർണ്ണയിക്കാനുള്ള മാനദണ്ഡം അത് ഖുർആനിനും സുന്നത്തിനും ഇജ്മാഇനും അസറിനും ഒക്കെ എതിരാണോ അല്ലേ എന്ന് നോക്കിയിട്ടാണ്. എതിരാണെങ്കിൽ തള്ളണം. ഏതുപോലെ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി കാലത്തില്ലാത്ത, സഹാബത്തിന്റെ കാലത്തില്ലാത്ത, 3 നൂറ്റാണ്ട് പോയിട്ട് 13 നൂറ്റാണ്ട് വരെ ഇല്ലാത്ത ഒരാചാരം വ്യാപകമായി കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് 3 നൂറ്റാണ്ടിന് ശേഷം തുടങ്ങി മുസ്ലിം ലോകം നിരാക്ഷേപം നടത്തുന്ന നബിദിനാഘോഷത്തെ നിരാകരിക്കാൻ വരുന്നത്. 3 നൂറ്റാണ്ട് പോയിട്ട് 13 നൂറ്റാണ്ട് വരെ ഇല്ലാത്ത സംഗതിയാണ് ഖുതുബ പരിഭാഷ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഇബാദത്ത് റസൂൽ പഠിപ്പിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കണാണോ നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. റസൂൽ എങ്ങനെ നിസ്കരിച്ചേ? ഒരു ഭാഷയിൽ ഖുതുബോദി അതേ ഭാഷയിൽ 2 റക്അത്ത് നിസ്കരിച്ചു. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നിന് ഭാഷ മാറ്റണമെങ്കിൽ അതിനെന്ത് വേണം? രേഖ വേണം. അതിന് രേഖല്ല. അതുകൊണ്ട് അറബി ആയിരിക്കണം ഖുതുബ എന്നത് ഷർത്താണ് എന്നതിന് ഇമാമുകൾ പറഞ്ഞ തെളിവന്നെ ഈ ഹദീസാണ്. അപ്പൊ ഈ ഹദീസിനെതിരാണ് പരിഭാഷ. അതുകൊണ്ട് ബിദ്അത്തിന്റെ പേരിൽ സുന്നികൾക്കെതിരെ, നബിദിനം ആഘോഷിക്കുന്നവർക്കെതിരെ, ചന്ദ്രഹാസം ഇളക്കുന്നവരോട് നമുക്ക് വിനീതമായി പറയാനുള്ളത് മന്ത് മറ്റേ കാലിലാണ് സുഹൃത്തുക്കളെ എന്ന് മാത്രമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, അതുകൊണ്ടല്ലേ ഈ 3 നൂറ്റാണ്ടിന് ശേഷം വിപുലമായ ആഘോഷങ്ങൾ തുടങ്ങിയപ്പോ മുസ്ലിം ലോകത്ത് ഈ ബിദ്അത്തിന്റെ ഗൗരവമൊക്കെ അറിയുന്ന ഇമാമുകളും പണ്ഡിതന്മാരും അവരെന്നല്ലേ അത് വ്യാപകമായി നടത്താനുള്ള അനുവാദം നൽകിയത്? അവരെന്നല്ലേ ഇതിന് അസിലുണ്ട് എന്ന് പറഞ്ഞത്? അവര് തന്നെയല്ലേ അത്തരം സംഗതികൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും അതേപോലെ തന്നെ പിന്തുണയും നൽകിയത്? അവർക്ക് ആർക്കും ഈ ബിദ്അത്തിന്റെ ഗൗരവം മനസ്സിലായില്ല. ഇനി അതൊക്കെ പോട്ടെ, ഇവരുടെ ഈ കൂട്ടത്തിൽ നിന്ന് ഈ നമ്മുടെ നാട്ടിലെ അനാചാരവും
കള്ളത്തരവും ഖുറാഫാത്തും നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി വന്നു എന്ന് പറയുന്ന കെ എം മൗലവിക്കും MCC സഹോദരന്മാർക്കും EK മൗലവിക്കും അടക്കമുള്ളവർക്ക് പോലും മനസ്സിലായില്ലല്ലോ ഈ പറഞ്ഞ സംഗതിയിൽ ഒരു ബിദ്അത്തുണ്ടെന്ന്. അതുകൊണ്ട് ബിദ്അത്താണ് നബിദിനാഘോഷം എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാകുന്നു. ഇസ്ലാമിക പ്രമാണങ്ങളെല്ലാം നബിദിനാഘോഷത്തിന്റെ എല്ലാ സംഗതികളും സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. അത് പിന്നെ സഹാബത്തിന്റെ സഹാബത്തിന് ഈ തെളിവ് തിരിഞ്ഞില്ലേ എന്ന് ചോദിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ബന്ധപ്പെട്ട ജന്മദിന നബിതങ്ങളെ കിട്ടിയതിന്റെ സന്തോഷം, അതാ ജന്മദിനത്തിന്റെ മർമ്മം. ആ മർമ്മം സഹാബത്തെ എല്ലായ്പ്പോഴും ആഘോഷിക്കായിരുന്നു. അതുകൊണ്ടാണ് റബീഉൽ അവ്വലിലേക്ക് മാത്രം ഒരു പ്രത്യേക ആഘോഷത്തിന്റെ ശൈലി കടന്നു വരാതിരുന്നത്. എന്നാൽ ആളുകൾ വിസ്മൃതിയിലാണ്ടു പോവുകയും നന്മയോടുള്ള താല്പര്യം കുറഞ്ഞു വരികയും ചെയ്യുമ്പോൾ പ്രത്യേകമായ ഒരു താല്പര്യത്തിന്റെ ആഘോഷത്തിന്റെ ശൈലി പളവളപ്പോടുകൂടെ തന്നെ കടന്നു വരാൻ സമയത്തിന്റെ ഗണത്തിൽ ദൈർഘ്യമുള്ള വർഷത്തിലൊരിക്കലെങ്കിലും ഒത്തുകൂടുക എന്ന നന്മ അത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ വിഷയത്തിലുള്ളത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം മനസ്സിലാക്കിയ ആരും ഇതിനെ എതിർക്കില്ല. അതുകൊണ്ടാണ് ഹാഫിദുദ് ദുനിയ ഇബ്നുൽ അസ്കലാനി റളിയല്ലാഹു അൻഹു അടക്കം 500ഓളം ബൃഹത്തായ ഗ്രന്ഥങ്ങൾ മുസ്ലിം ലോകത്തിന് സമ്മാനിച്ച ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹു അടക്കം മഹാനായ അബൂ ശാമ റളിയല്ലാഹു അൻഹു, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യനടക്കം എല്ലാ ഇമാമുകളും പണ്ഡിതന്മാരും ജന്മദിനാഘോഷം അത് ഇസ്ലാമികമാണ്, അത് നല്ല കാര്യമാണ്, ചെയ്താൽ കൂലി കിട്ടുന്നതാണ് എന്ന് പഠിപ്പിച്ചത്. അവർക്കൊന്നും തിരിയാത്തൊരു ബിദ്അത്ത് ഈ അടുത്ത കാലത്ത് 10 കുഞ്ഞാടുകൾക്ക്, അതും തൗഹീദ് എന്താണെന്ന് പോലും നിർണയിക്കുന്നതിൽ വമ്പിച്ച അബദ്ധം പറ്റിയെന്ന് പരസ്യമായി പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ഒരു സംഗതി പറഞ്ഞാൽ അർഹിക്കുന്ന അവജ്ഞയോടുകൂടെ മുസ്ലിം ലോകം അത് തള്ളിക്കളയുമെന്ന് മാത്രമേ അത് സംബന്ധമായി സൂചിപ്പിക്കാനുള്ളൂ. അതോടൊപ്പം മഹാന ഇമാം ഫാക്കിഹാനി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഉദ്ധരണി വലിയ കാര്യമായിട്ട് ഇവർ കേറിപ്പിടിക്കും. ഫാക്കിഹാനി ഇമാമിനെക്കാളും കേമന്മാര് ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? നബിദിനാഘോഷത്തിന് അസിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിരാകരിച്ചുകൊണ്ട് ഇമാം ഫാക്കിഹാനി റളിയല്ലാഹു അൻഹുവിനെ, അദ്ദേഹം മാലിക്കി മദ്ഹബിലെ പ്രമുഖനായ പണ്ഡിതനാണ്, അദ്ദേഹത്തിനോട് യാതൊരു വിധത്തിലുള്ള ബഹുമാനക്കുറവും സുന്നികൾ ഇപ്പോഴും കാണിക്കുന്നില്ല. മറിച്ച് അദ്ദേഹം എന്തേ പറഞ്ഞുള്ളൂ? ഈ നബിദിനാഘോഷത്തിന് എനിക്ക് അസിൽ കാണാൻ പറ്റിയിട്ടില്ല എന്നേ പറഞ്ഞുള്ളൂ. അതിന് ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കണ്ടില്ല എന്നത് ഇല്ല എന്നതിന്റെ രേഖയല്ല. എന്നിട്ട് ഏറ്റവും വലിയൊരു തെളിവ് തിരിച്ച് മറുപടിയായിട്ട് പറഞ്ഞു ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹു. അതെന്താ? ഈ പൂർവികരായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഇമാം ഫാക്കിഹാനി റളിയല്ലാഹു അൻഹു പറഞ്ഞതിനേക്കാളും കേമനായ ഹാഫിദുദ് ദുനിയ ഇബ്നുൽ അസ്കലാനി റളിയല്ലാഹു അൻഹു അതാ നബിദിനാഘോഷത്തിന് അസിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മൂപ്പർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് ഇത് ശ്രദ്ധയിൽപ്പെടുന്നതിനോടുകൂടെ അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കാനല്ലാതെ ഇവരെ പോലെ ദുർവാശിയായിട്ട് നിൽക്കുന്ന ആളല്ല ആ മഹാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് തന്നെയാണ്. എന്ന് മാത്രവുമല്ല, അദ്ദേഹം ഒരു പക്ഷേ എതിർത്തിട്ടുണ്ടാവാൻ സാധ്യത ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നിരീക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലാകും. നബിദിനാഘോഷത്തിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ അരുതായ്മകൾ ആരെങ്കിലും കാട്ടിക്കൂട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ്. അതുകൊണ്ട് ഇക്കാലത്ത് നമുക്ക് പറയാനുള്ളത്, നബിദിനാഘോഷത്തിന്റെ പേരിൽ എന്തെങ്കിലും ഇസ്ലാം വെറുക്കുന്ന സംഗതികൾ ആരെങ്കിലും ആഘോഷത്തിന്റെ പേരിൽ കയറ്റിക്കൂട്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നേർച്ചയുമായി ബന്ധപ്പെടുത്തി അനാചാരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ എതിർത്തതുപോലെ സുന്നി പ്രവർത്തകർക്ക് അതിനെ നിരാകരിക്കാൻ ഒരു മടിയില്ല. ഇസ്ലാം അംഗീകരിക്കുന്ന സംഗതികളെ ആഘോഷത്തിന്റെ പേരിൽ പാടുള്ളൂ. അതല്ലാത്തത് ഉണ്ടാക്കിയത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പറഞ്ഞതാകാം. അതുകൊണ്ട് തന്നെ നബിദിനാഘോഷം എന്നത് ഇസ്ലാമിക ലോകത്ത് സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ളതും കൊല്ലങ്ങളായി നൂറ്റാണ്ടുകളായി മുസ്ലിം സമൂഹം നിരാക്ഷേപം നടത്തി വരുന്നതുമായ ഒരു പുണ്യകർമ്മമാണ്. ആ പുണ്യത്തിന് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടും എന്ന് തന്നെയാണ് ഇസ്ലാമിക ലോകത്തെ പ്രമാണങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനാചാരം എന്ന് പരിഭാഷപ്പെടുത്താൻ പറ്റിയ ബിദ്അത്താണെന്ന് നബിദിനത്തെ കുറിച്ച് ഒരൊറ്റ ഇമാമും പറഞ്ഞിട്ടില്ല, ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. ആ രൂപത്തിൽ വിലയിരുത്തപ്പെടുന്നത് 100% സത്യത്തെ നിരാകരിക്കലും അസത്യത്തിനു വേണ്ടി കൊയലൂത്ത് നടത്തലുമാണ്. അത് അത്തരക്കാർ മനസ്സിലാക്കി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് ലഭിച്ച ആ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തുക എന്ന പുണ്യകരമായ ഈ പ്രവർത്തനത്തിൽ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാനുള്ള മനസ്ഥിതിയിലേക്ക് ഇവർ കൂടി കടന്നു വരണമെന്നാണ്. പലതിലും മാറ്റിയിട്ടുണ്ടല്ലോ. സിഹ്ർ ഫലിക്കൂല എന്ന് നേരത്തെ പറഞ്ഞു. ഇപ്പൊ ആ സിഹ്ർ ഫലിക്കുന്നുള്ളതിന് തെളിവ് ഇപ്പൊ കണ്ടെത്താൻ തുടങ്ങിയില്ലേ എന്ന പോലെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും വിവേകം വൈകുതിച്ചാലും സ്വാഗതാർഹമാണ്. നിങ്ങളുടെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നു. ഒരിക്കലും തന്നെ നബിദിനാഘോഷം ഇസ്ലാമികമായി നിരാകരിക്കപ്പെട്ടതല്ല, മറിച്ച് 100% സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇബ്നുൽ അസ്കലാനി റളിയല്ലാഹു അൻഹു, ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹു, സരീർ സിഖ്തി റളിയല്ലാഹു അൻഹു, ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബ്ദുല്ലാഹി യാഫി റളിയല്ലാഹു അൻഹു, ഇമാം സഖാവി റളിയല്ലാഹു അൻഹു, ഇമാം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ഇമാമുമാർ നബിദിനാഘോഷത്തിന്റെ പേരിൽ സന്തോഷം രേഖപ്പെടുത്തുന്നതിൽ അതിന് ഇസ്ലാമികമായി പ്രമാണമുണ്ടെന്ന് പഠിപ്പിച്ചത്. ഈ സത്യം ഉൾക്കൊള്ളാനുള്ള സന്മനസ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും സന്തോഷത്തിന്റെ ഈദ് മീലാദ് നേർന്നുകൊണ്ട് തൽക്കാലം വാക്കുകൾ ചുരുക്കുന്നു. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.